ചെയ്യുന്നതെല്ലാം വൻ തോൽവി സിനിമകൾ. എന്നിട്ടും കോടികൾ മുടക്കാൻ നിർമ്മാതാക്കളും ഡേറ്റ് നൽകാൻ സൂപ്പർ താരങ്ങളുമുണ്ട്. ഉദയകൃഷ്ണ എന്ന സംവിധായകന് ഒരു കാലത്ത് തുടർച്ചയായി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചിരുന്ന തിരക്കഥാകൃത്തുക്കളായിരുന്നു ഉദയകൃഷ്ണ, സിബി കെ തോമസ്. പിന്നീട് സിബി കെ തോമസ് ആയുള്ള കൂട്ടുകെട്ട് പിരിഞ്ഞ ശേഷവും ഉദയകൃഷ്ണ തനിച്ച് സിനിമകൾ ചെയ്തു. 2016 മോഹൻലാലിനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത പുലിമുരുകന്റെ തിരക്കഥ ഉദയകൃഷ്ണയായിരുന്നു. പുലിമുരുകൻ വൻ ഹിറ്റായെങ്കിലും പിന്നീട് ഉദയകൃഷ്ണ ചെയ്ത തിരക്കഥകളെല്ലാം പ്രേക്ഷകരെ നിരാശപ്പെടുത്തി. മാത്രമല്ല ബോക്സ് ഓഫീസിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചില്ല. 2019 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം മധുരരാജ മാത്രമാണ് പുലിമുരുകന് ശേഷം തരക്കേടില്ലാതെ ഓടിയ ഉദയകൃഷ്ണ ചിത്രം. അതിനുശേഷം ചെയ്ത 4 സിനിമകളും തുടർച്ചയായി പരാജയപ്പെട്ടു. കഴിഞ്ഞയാഴ്ച പുറത്തിറങ്ങിയ ദിലീപ് ചിത്രം ബാന്ദ്രയാണ് അതിൽ അവസാനത്തേത്. 2022 2 സിനിമകൾക്കാണ് ഉദയകൃഷ്ണ തിരക്കഥ രചിച്ചത്. രണ്ടിലും മോഹൻലാൽ ആയിരുന്നു നായകൻ. ബി ഉണ്ണികൃഷ്ണ സംവിധാനം ചെയ്ത ആറാട്ടും വൈശാഖ് സംവിധാനം ചെയ്ത മോൺസ്റ്ററും. 2 ചിത്രങ്ങളും തിയേറ്ററുകളിൽ വൻ പരാജയമായി. ഈ വർഷം ആരംഭത്തിൽ ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ ബി ഉണ്ണികൃഷ്ണ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം ക്രിസ്റ്റീഫറും തിയേറ്ററുകളിൽ പരാജയമായി. ഇപ്പോൾ ഇതാ ദിലീപിനെ നായകനാക്കി അരുൺ ഗോപി സംവിധാനം ചെയ്ത ബാന്ദ്രയും തകർന്നടിഞ്ഞിരിക്കുന്നു. സൂപ്പർ താര ചിത്രങ്ങളായതിനാൽ തന്നെ ഉദയകൃഷ്ണയുടെ അവസാന 4 സിനിമകളും വൻ ബജറ്റിലാണ് ഒരുങ്ങിയത്. തുടർ പരാജയങ്ങളിൽ വീണുകിടക്കുന്ന തിരക്കഥാകൃത്തിന് സൂപ്പർ താരങ്ങൾ വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകുന്നത് എന്തിനാണെന്നാണ് ആരാധകരുടെ സംശയം. കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.